മഹാകുംഭമേള തുടങ്ങിയതിന് പിന്നാലെ വിവാദങ്ങൾക്കും കുറവൊന്നുമില്ല. വലിയ രീതിയിലുള്ള വിവാദങ്ങളിലൂടെ തന്നെയാണ് കുംഭമേള പോകുന്നത്. 45 കോടി ജനങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അത് 55 കോടി ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ വിവാദങ്ങളിലൂടെ ഈ കുംഭമേള മുന്നോട്ട് പോകുമ്പോഴും അവസാനം എത്തി നിൽക്കുന്ന വളരെ ചൂട് പിടിച്ചൊരു വിവാദം എന്ന് പറയുന്നത് ഈ കുംഭമേള നടക്കുന്ന സ്നാനജലം അത് മലിനമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിവാദം. ഈ മലിനജലത്തിൽ ഫീഷ്യൽ ബാക്ടീരിയ വളരെ വലിയ തോതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു വിവാദം എന്ന് പറയുന്നത്. ഈ ഫീഷ്യൽ ബാക്ടീരിയ അടങ്ങി നിൽക്കുന്നു കൂടി നിൽക്കുന്നു എന്ന് പറയുന്ന ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലെ മതമൗലികവാദികളും കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും ഇത് വളരെ വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നുണ്ട്. കാരണം ഹിന്ദുക്കളുടെ എന്തെങ്കിലും ഒരു ആചാരം കുളമായി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിന് ആനന്ദം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇവരിത് ഏറ്റെടുക്കുന്നത്. പിന്നെ കേരളത്തിലെ മതമൗലികവാദികളുടെ കാര്യം പറയേണ്ട, കൂടുതലും SDPI പ്രവർത്തകരും മറ്റുമാണ്. അവർക്കും ഇതൊക്കെ തകർന്നു കാണാൻ വളരെ വലിയ രീതിയിൽ ആഗ്രഹം ഉള്ളവരാണ്. പക്ഷേ പുറമേ അവർ മതേതരത്വമൊക്കെ പറയും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അറിയാലോ, CK വിനീതിനെ പോലെയുള്ള ആൾക്കാർ ഇന്ന് വന്ന് ആ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ചൊറി വരും എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വളരെ നിന്ദ്യമായ രീതിയിലാണ് പറയുന്നത്. മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഹനിക്കരുത് എന്ന് പറഞ്ഞ് മറ്റ് മുസ്ലിങ്ങളുടെയോ മറ്റ് മതസ്ഥരുടെയോ വല്ല വിശ്വാസത്തിൽ മേൽ എന്തെങ്കിലും ഇതുപോലെയുള്ള ഒരു ആരോപണം വന്നാൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ രംഗത്തെത്തും എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോഴൊക്കെ ഇവരുടെ ഇരട്ടത്താപ്പാണ് അവിടെ വ്യക്തമാകുന്നത്. എന്തായാലും കുംഭമേളയിൽ മുങ്ങിക്കഴിഞ്ഞാൽ ചൊറി വരുമോ, അല്ലെങ്കിൽ കുംഭമേളയിൽ മുങ്ങിക്കഴിഞ്ഞാൽ ശരീരം അശുദ്ധമാകുമോ എന്നുള്ള ചോദ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ലോക കോടീശ്വരനായിട്ടുള്ള നമ്മുടെ മുകേഷ് അംബാനി വരെ അവിടെ മുങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് കോൾഡ് പ്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരനാണ് അദ്ദേഹം, വന്നിട്ടുണ്ട്. സ്റ്റീവ് ജോബ്സിൻ്റെ ഭാര്യ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ പല ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുംഭമേളയ്ക്ക് ലഭിക്കുന്ന ഒരു അഭിവൃദ്ധി അല്ലെങ്കിൽ ആ ഒരു പ്രശസ്തിയാണ് ഇവരെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരു കാര്യം, ഈ കുംഭമേളയുടെ ജലം അത് എത്രത്തോളം ശുദ്ധമാണ് എന്നുള്ളതാണ്. ഈ കുംഭമേളയുടെ ജലത്തിൻ്റെ ആ ഒരു ശുദ്ധ അല്ലെങ്കിൽ ആ ഒരു വൃത്തിയെക്കുറിച്ചുള്ള സകല കോൺസെപ്റ്റുകളും പൊളിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പത്മശ്രീ അജയ് സോങ്കർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹം 5 ഘട്ടുകളിൽ നിന്ന് ഗംഗാജലത്തിൻ്റെ ലബോറട്ടറി പരിശോധന നടത്തി കുളിക്കാൻ മാത്രമല്ല ക്ഷാരജലം പോലെ ഇത് ശുദ്ധവുമാണ് എന്ന് കണ്ടെത്തി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇനി പ്രശസ്ത പത്മശ്രീ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ അജയ് സോങ്കർ. സംഘം, അറയിൽ എന്നിവയുൾപ്പെടെ 5 ഘട്ടുകളിൽ നിന്നുള്ള ഗംഗാജലമാണ് ലബോറട്ടറി പരിശോധനയ്ക്ക് ശേഷം അക്കാര്യം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം കുളിക്കാൻ മാത്രമല്ല ഇത് ക്ഷാരജലം പോലെ ശുദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ആരാണ് ഈ അജയ് സോങ്കർ എന്നുകൂടെ നമുക്കറിയണ്ടേ. ഈ ശാസ്ത്രജ്ഞൻ എന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഈ അജയ് സോങ്കർ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. സ്വാഭാവികമായിട്ടും സംഘപരിവാറിൻ്റെ ആലയിൽ കെട്ടാൻ പറ്റിയ ശാസ്ത്രജ്ഞൻ വല്ലതുമാണോ എന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഇവിടെയുള്ള മാർക്സിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും പോരാത്തതിന് മതമൗലികവാദികളൊക്കെ ഉന്നയിക്കുക. കാരണം അവർക്കാണ് ഇതൊക്കെ തകർന്നു കാണാൻ ഏറ്റവും ആഗ്രഹം. അതുകൊണ്ട് തന്നെ മിസൈൽ മാനായിട്ടുള്ള APJ അബ്ദുൽ കലാമുമായി ശാസ്ത്രീയ ചർച്ചകൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ അജയ് സോങ്കർ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെയൊക്കെ അതായത് ഇന്ത്യ വിരുദ്ധത നിരന്തരം പറയുന്ന നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലായിട്ടുള്ള BBC എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റ് കോർപ്പറേഷൻ. ഈ BBC എന്ന് പറയുന്ന ചാനൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അസാധാരണ വൈഭവമുള്ള ലോകത്തെ ഞെട്ടിച്ച സയൻറ്റിസ്റ്റ് എന്നാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ തന്നെ BBC പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നില്ലേ, ഇദ്ദേഹം ജലകൃഷി ശാസ്ത്രജ്ഞനാണ്. ടിഷ്യൂ കൾച്ചർ വഴി ഒരു ഫ്ലാസ്കിൽ മുത്തുകൾ വളർത്തുന്ന പ്രക്രിയയുടെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം. അതായത് മുത്തുകൾ വളർത്താൻ ഇനി മുത്തുച്ചിപ്പികളുടെ ആവശ്യമില്ല, പോരാത്തതിന് സമുദ്രത്തിൻ്റെ പരിസ്ഥിതിയും ആവശ്യമില്ല, അല്ലാതെ തന്നെ മുത്തുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് കാണിച്ച് ജപ്പാനെ തന്നെ വെല്ലുവിളിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഗംഗാജലത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ച് വെല്ലുവിളിക്കുന്നവർ തൻ്റെ മുന്നിൽ വെച്ച് അത് പരിശോധിച്ച് തെളിയിക്കണം എന്നാണ് ഇപ്പോൾ അജയ് സോങ്കർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം ഈ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്നത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടും ഇപ്പോൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. ഗംഗാജലത്തിൽ ഇത്രയും ആൾക്കാർ കുളിച്ചിട്ട് പോലും അതിൽ യാതൊരുവിധ അശുദ്ധിയും കലർന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി ഈ പ്രയാഗ്രാജിലെ മഹാകുംഭമേള വന്നത് തൊട്ട് തന്നെ ഇതിൻ്റെ സാനിറ്റൈസേഷൻ, അതായത് ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്. കാരണം 45 മുതൽ 55 കോടി ജനങ്ങൾ വരുന്ന ആ ഒരു ഗംഗയെ എങ്ങനെയാണ് സർക്കാർ ശുചീകരിക്കുന്നത്. കാരണം 25,000 മുതൽ 30,000 കോടി രൂപ വരെയാണ് യോഗി സർക്കാർ കുംഭമേളയ്ക്ക് വേണ്ടി മുടക്കിയിരിക്കുന്നത്, ചെലവഴിച്ചിരിക്കുന്നത്. അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത് 3 ലക്ഷം കോടിയാണ്. അങ്ങനെയുള്ള അവിടെ എങ്ങനെയാണ് സാനിറ്റൈസേഷൻ നടക്കുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരമാണ്
ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശാസ്ത്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് വെളിപ്പെടുത്തിയത് ആണവ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് അവിടുത്തെ സാനിറ്റൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. 1.5 ലക്ഷം ടോയ്ലറ്റുകൾ, ബയോ ടോയ്ലറ്റുകൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. കാരണം ഇത്രയും ഗംഭീരമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം അതൊക്കെയാണ്. ഈ ടോയ്ലറ്റുകളുടെ വിസർജ്യം എങ്ങോട്ടാണ് പോകുന്നത്, അതെങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്നിങ്ങനെയൊക്കെ കുറിച്ച് വിശദമായ ഒരു രൂപരേഖ തന്നെ ഉത്തർപ്രദേശ് സർക്കാർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറാക്കി അതവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. ഹൈബ്രിഡ് ഗ്രാനുലാർ സ്വീക്വൻസ് ബാച്ച് റിയാക്ടറുകൾ HGSBR സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള മലിനജല സംസ്കരണ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആണവോർജ്ജ വകുപ്പിന് DAE കീഴിലുള്ള മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ബാർക്ക്, കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെൻറ്റർ ഫോർ അറ്റോമിക് റിസർച്ച് IGCAR എന്നിവ ചേർന്ന് തദ്ദേശീയമായി നിർമ്മിച്ച് മലിനജല സംസ്കരണ പ്ലാന്റുകളാണ് മഹാകുംഭമേളയിൽ ജലശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ മുകളിലായി ബാക്ടീരിയ കരച്ചിലുകളുമായി ഒരുപാട് ആൾക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മതമൗലികവാദി സഖ്യമാണ് എത്തിയിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് 80% ജലാശയങ്ങളും മലിനമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ആമയിഴഞ്ചാൻ തോട്, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആമയിഴഞ്ചാൻ തോട് അതൊരു ജലാശയമാണ്. അതിപ്പോൾ മാലിന്യം വലിച്ചെറിയാനുള്ള ഒരു ഇതായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പമ്പാ നദി പോലും മാനം മര്യാദയ്ക്ക് സംസ്കരിക്കാൻ ഇവർക്കൊണ്ട്, അല്ലെങ്കിൽ മാനം മര്യാദയ്ക്ക് വൃത്തിയാക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ശബരിമല സീസൺ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ കരച്ചിൽ ഉയരുന്നതും പമ്പാ നദിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം എങ്ങനെ സംസ്കരിക്കും, എവിടെ സംസ്കരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ആ ശബരിമലയിൽ വരുന്നതിൻ്റെ എത്രയോ ഇരട്ടി, അതായത് 100 ഇരട്ടി ആൾക്കാരാണ് കുംഭമേളയ്ക്ക് വരുന്നത്. എന്നിട്ട് പോലും കുംഭമേള എത്ര ഭംഗിയായിട്ട് നടന്നു പോകുന്നു എന്നുള്ള ഒരു വിഷയം ഇവരുടെ മനസ്സിലുണ്ടായിരിക്കും എന്നുള്ളത് വേറൊരു കാര്യമാണ്. എന്തായാലും 100 ml ജലത്തിൽ അനുവദനീയമായ ബാക്ടീരിയയുടെ അളവ് 2500 യൂണിറ്റാണ്. അതിന് മുകളിൽ പോയാൽ അത് നിയന്ത്രണ പരിധിയിൽ എത്തിക്കാൻ ഉടനടി തന്നെ അവിടെ ആക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഗംഗാ ദേവദൂത് എന്ന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ് ഇതിനു വേണ്ടി മാത്രം അവിടെ പ്രവർത്തിക്കുന്നത്. ലോകത്തിൽ ലഭ്യമായ എല്ലാ ശാസ്ത്രീയ തയ്യാറെടുപ്പുകളും പ്രയാഗ്രാജിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് സത്യം. 1600 കോടി രൂപയാണ് ശുചീകരണ സംവിധാനം ഒരുക്കാൻ വേണ്ടി മാത്രം അവിടെ ചെലവഴിക്കപ്പെട്ടിരിക്കുന്നത്. 1.5 ലക്ഷം ബയോ ടോയ്ലറ്റുകളുണ്ട്. ടോയ്ലറ്റുകളിൽ നിന്നുള്ള മാലിന്യം നേരിട്ട് ചെല്ലുന്നത് കൺസീൽഡ് സിൻഡെക്സ് ടാങ്കുകളിലും അവിടെ നിന്ന് 200 കിലോമീറ്റർ നീളത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന താൽക്കാലിക ഡ്രെയിനേജ് സംവിധാനത്തിലും ആണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ഈ ഫീഷ്യൽ ബാക്ടീരിയ ജലാശയത്തിൽ എത്തുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. 16 മില്യൺ ലിറ്റർ ടോയ്ലറ്റ് മാലിന്യം, 240 മില്യൺ ലിറ്റർ മലിനജലവും ഒരു ദിവസം സംസ്കരിക്കുന്നുണ്ട് എന്നുള്ളതാണ് കുംഭമേളയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. 200 കിലോമീറ്റർ നീളം വരുന്ന ഡ്രെയിനേജ് സിസ്റ്റത്തിൽ കൂടി മാത്രമാണ് അവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ ഒഴുക്കി വിടുന്നത്. അത് മുഴുവൻ അതാതിടങ്ങളുടെ ഓക്സിഡേഷൻ പോണ്ടുകളിലാണ് ശേഖരിക്കുന്നതും. ഇങ്ങനെ നേരിട്ട് പോയി ഗ്രൗണ്ട് വാട്ടർ വഴി പോലും നദിയിലേക്ക് ഒരു തരത്തിലുമുള്ള മലിനജലം എത്താതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇത്രയധികം സംഭവങ്ങൾ പുറത്ത് വന്നതിന് പിന്നാലെയാണ് ഇപ്പോഴും ഈ കുംഭമേള കരച്ചിലുകളുമായി ഇവർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരു ദിവസം നിരവധി ഇടങ്ങളിൽ നിന്നും ജലത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധിക്കുകയും റിപ്പോർട്ട് സർക്കാരിനും ഗ്രീൻ ട്രൈബ്യൂണലിനും അയക്കുകയും ചെയ്യുന്നുണ്ട്. 2 മണിക്കൂർ കൂടുമ്പോൾ കുംഭമേളയിൽ ട്രാഷ് സ്കിമ്മർ ബോട്ടുകൾ വഴി പൂജാ മാലിന്യങ്ങൾ, പുഷ്പങ്ങൾ എന്നിവയുള്ളവ ഗംഗാജലത്തിൽ നിന്നും നീക്കം ചെയ്യുന്ന ഒരു പരിപാടിയും അവിടെ നടക്കുന്നുണ്ട്. ഇത്രയധികം വിപുലമായിട്ടാണ് കുംഭമേളയിൽ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.